ഹലോ ഗായ്സ്, അപ്പോൾ ഡേ 2 ട്രിപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഫസ്റ്റ് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് നെക്സ്റ്റ് ഡേ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എത്തി. അവിടെയാണ് നമ്മളുടെ നൈറ്റ് സ്റ്റേ ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങാനാണ്. ഞാൻ പൂരിയും കുറച്ച് കറികളുമാണ് എടുത്തത്. ചായയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവിടെ അതൊക്കെ കഴിച്ച് പിന്നെ ഫോട്ടോയൊക്കെ എടുക്കണമായിരുന്നു. കുറച്ച് പേര് ഫോട്ടോ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ നിന്ന് നമുക്ക് ജീപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പോയിന്റിൽ നമ്മളെത്തി. അവിടെ കുറച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി. അതുപോലെ പിന്നെ റീലൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അതും എടുത്തു. പിന്നെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. അവിടുത്തെ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ ജീപ്പിൽ അടുത്ത സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. സംഭവം അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു 1000 പടികൾ കയറാനുള്ള ഒരു സ്ഥലമാണ്. മുകളിലെന്ന് പറയുന്ന ഒരു അമ്പലം ഒരിതായിരുന്നു. ഞാൻ ഒരു പകുതിയല്ല മുക്കാലോളം കയറി. അതിനുശേഷം ഞാൻ പിന്നെ കയറിയില്ല, ചില പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ അവിടുത്തെ എനിക്ക് വ്യൂ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ആ ഒരു വ്യൂവിൻ്റെ ഒരു പകുതി പോർഷനാണ് മുകളിൽ കയറിയതിന് ശേഷമുള്ളത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു വാട്ടർഫോൾസിലേക്കാണ് പോയത്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അവിടെ കാണാനൊന്നുമില്ല. പക്ഷെ അകത്തോട്ട് പോകുമ്പോൾ ഈ ഒരു വ്യൂ ആണ്. അതായത് കുറച്ചും കൂടെ ഉൾക്കാട്ടിലോട്ടുള്ളൊരു വ്യൂ. അത് സംഭവം അടിപൊളിയായിരുന്നു. ഒരു ട്രക്കിംഗ് വൈബ് കണക്കായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു അത് അടിപൊളിയായിരുന്നു സംഭവം. എല്ലാവർക്കും അങ്ങറ്റം വരെ കയറാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഹിൽ പോയിന്റിലായതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു സെറ്റപ്പിലായിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നു, വാഷ്റൂമിൽ പോകാനുള്ളതൊക്കെ അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത പോയിന്റിലോട്ട്, അവിടെ ഇസഡ് പോയിന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഒരു പകുതിയോളം നമ്മൾ അവിടെ നടന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് നേരെ തിരിച്ചു വന്നു. അപ്പോഴേക്കും നമ്മളൊരു 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ പെട്ടെന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നേരെ പൂളിലേക്കാണ് പോയത്. പൂളിൽ ഭയങ്കര തണുപ്പായിരുന്നെങ്കിലും നമ്മൾ അവിടെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ക്യാമ്പ് ഫയറിലോട്ടിലായിരുന്നു. അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് നമ്മൾ നേരെ കിടക്കാൻ പോയി. പിന്നെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.